ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൃഷ്ണപ്രിയ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്ലിനിക്കുകളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. ദാറ്റ് ഈസ് ടെന്നീസ് എൽബോ ഓർ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. ആദ്യം തന്നെ എന്താണ് ടെന്നീസ് എൽബോ? കൈമുട്ടിൻ്റെ പുറകുവശത്തുണ്ടാകുന്ന ഒരു വേദനയെയാണ് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. ടെന്നീസ് എൽബോ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന കാണിക്കാറ് നമ്മുടെ കൈമുട്ടിൻ്റെ ഈ ഒരു പുറകുവശത്താണ്. ഏകദേശം 30 മുതൽ 50 വയസ്സായ ആൾക്കാരിലാണ് ഈ ഒരു ടെന്നീസ് എൽബോ കാണപ്പെടുന്നത്. ജനറൽ പോപ്പുലേഷനിൽ ഏകദേശം 3% ആളുകളിലാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. ടെന്നീസ് എൽബോ എന്ന് പറയുമ്പോൾ യൂഷ്വലി എല്ലാ ആൾക്കാരും വിചാരിക്കും ടെന്നീസ് കളിക്കുന്ന ആൾക്കാരിൽ വരുന്നതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. നോർമലി സ്പോർട്സ് പേഴ്സൺസിലാണ് കൂടുതലായിട്ട് കാണുന്നെങ്കിലും നമ്മുടെ കൈയിൻ്റെ ഓവർ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരിലും ഈ ഒരു കണ്ടീഷൻ കാണുന്നുണ്ട്. ഇങ്ങനെ ഓവർ വർക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റെൻസർ കാർപ്പി റേഡിയാലിസ് ബ്രെവിസ് മസിൽ ടെൻഡണിന് നീര് കെട്ടുകയും അവിടെ വേദന രൂപപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ടെന്നീസ് എൽബോ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗികൾക്ക് പ്രധാനമായിട്ടും എഴുതുമ്പോഴോ പേനയോ പുസ്തകമോ ഒക്കെ പിടിക്കുമ്പോൾ, അതുപോലെ തുണി പിഴിയുമ്പോൾ, ഇതുപോലുള്ള ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ പേഷ്യൻസിന് വേദന അധികമാവും. അതുപോലെ തന്നെ വെയിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ എടുത്ത് പൊങ്ങിക്കുമ്പോഴൊക്കെ ഈ ഒരു വേദന കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ടെന്നീസ് എൽബോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുള്ള മെഡിസിൻസ് എടുക്കുക, അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള അൾട്രാസൗണ്ട് തെറാപ്പി, ലേസർ തെറാപ്പി, ആൻഡോഫോറോസിസ്, ടെൻസ് ഇതുപോലുള്ള മെഷീനറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ്റെ തീവ്രത കുറയ്ക്കുവാനും അതുപോലെ രോഗിയിൽ അനുഭവപ്പെടുന്ന വേദന കുറയ്ക്കുവാനും സാധിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട്